എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുതലമാണ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മാസം മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇനി ഒരു വിതരണം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ വെച്ചായിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ ഇപ്പോൾ ആദ്യ ആഴ്ചയിൽ എത്തുന്നതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു വിതരണം നമുക്ക് വിതരണത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ആദ്യ ആഴ്ചയിൽ പ്രധാനമന്ത്രിയുടെ കേരളത്തിലോട്ടുള്ള എന്നാണ് വിസിറ്റ്, അന്ന് തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുതലം നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് വരുന്നൊരു വിഷയം എന്നുള്ളത് കുറെ ആൾക്കാർക്ക് ഇപ്പോഴും പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പ്രാവശ്യവും തുക ലഭിച്ചിട്ട് പോലും പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം. നമ്മുടെ മിസ്സിംഗ് ലാൻഡ് ഇൻഫർമേഷനിൽ കയറി നിങ്ങളുടെ ആധാർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ KYC ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. KYC ഒത്തിരി പേര് ഇപ്പോഴും ചെയ്തിട്ടില്ല, OTP വരുന്നില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 3-4 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴൊക്കെ KYC കംപ്ലീറ്റ് ചെയ്താൽ ഒരു മാസം കൊണ്ട് തന്നെ മുടങ്ങിയ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അതുപോലെ തന്നെ 2022 തൊട്ട് മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ടായിരുന്നു. നിങ്ങളുടെ PFMSലാണ് പേയ്മെന്റ് വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ PFMS അൺബ്ലോക്ക് ആക്കാൻ പോവുക എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ PFMS ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ മുടങ്ങിയിട്ടുള്ള എല്ലാ തുകകളും നിങ്ങൾക്ക് എത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ മുടങ്ങിയിട്ടുണ്ടോ അത്രയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. എന്തായാലും അതിന് കുറച്ച് സമയം കൂടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ അവിടുന്ന് തന്നെയാണ് അത് റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങൾ സ്റ്റാറ്റസുകളെല്ലാം പരിശോധിച്ച് നോക്കണം. ഏതെങ്കിലും രീതിയിൽ ഒരു ഇനെലിജിബിലിറ്റി അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. പരിശോധിച്ച് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് സ്റ്റാറ്റസ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പേയ്മെന്റ് വിടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മുടങ്ങരുത്. മുടങ്ങിയാൽ വീണ്ടും ഒരു സമയത്തൊക്കെ ഇതൊക്കെ ബ്ലോക്ക് ആയി പോയാൽ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിന് നമുക്ക് എത്താൻ പോകുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്ന ആ ഒരു സമയത്തായിരിക്കും. എന്തായാലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഡേറ്റ് അറിയാൻ സാധിക്കും. 11 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് PM ഇവന്റ്സ് എന്നുള്ള സൈറ്റിലേക്ക് വരുന്നതാണ് എന്നാണ് വിതരണം എത്തുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്